അപ്പോൾ ഇന്നത്തെ പരിപാടി നോക്കിയാലോ. ഇത് വണ്ടിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്, മേലെ ഇറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ പോളോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പോളോൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല, ഇന്ന് തുടങ്ങും. ഇതിൽ നമുക്ക് ഹെഡ് ലാമ്പ് ടെയിൽ ലാമ്പ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ മാറ്റ് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഗ്ലോസി അടിക്കാനുണ്ട്. അത് കണ്ടില്ല, ടെയിൽ ലാമ്പൊക്കെ സ്റ്റോക്ക് ടെയിൽ ലാമ്പാണ്. അതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ഈ വാഗനർ കേട്ടോ. വാഗനറിൽ നമുക്ക് സെൻസർ ആഡ് ചെയ്യാനുണ്ട്, അതേപോലെ ആൻഡ്രോയിഡ് കണ്ടോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സെൻസർ, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാം, പിന്നെ കീ കവർ, അതുപോലെ ടിൻറ്റ് അടിക്കാനുണ്ട്. ടിൻറ്റ് ഇപ്പോൾ ടിൻറ്റ് ഇല്ലാത്ത നിലയിൽ പ്ലെയിനാണ്. അപ്പോൾ ടിൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റമാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടർബോയുടെ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. T7 പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അതേപോലെ തന്നെ പോളോ കംപ്ലീറ്റ് പാട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെഡ് ലാമ്പ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പോർഷൻസ് കംപ്ലീറ്റ് ഞാൻ ഊരിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഡീക്രോം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാറ്റ് വരുന്ന കംപ്ലീറ്റ് പോർഷൻസും അതുപോലെ ഫ്രണ്ടിൽ വരുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കൊക്കെ അയച്ചിട്ട് സൈഡ് സ്കേർട്ട് കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ ഹെഡ് ലാമ്പ് കയറ്റും. പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എന്തായാലും 2-3 ദിവസം എടുക്കും. കാരണം നമ്മൾ ആ ഒരു ബ്ലാക്കിനെ കുറച്ച് ടഫാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിറ്റിംഗ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോസ് എന്തായാലും കണ്ടിന്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വാഗണറിൻ്റെ ഹോണൊന്ന് മാറ്റാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഉള്ളതൊന്ന് കളിപ്പിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റണം. നമ്മളേതോ നടക്കണേ. അപ്പോൾ നമ്മൾ വാഗനറിൻ്റെ ഹെഡ് ലാമ്പ് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് ലാമ്പ് നിലവിൽ നമുക്കൊരു അലോജൻ ബൾബാണ്. അതുപോലെ ഫോഗിൻ്റെ ബൾബും ചിലപ്പോൾ നമ്മൾ മാറും. ഹോൺ ബിലാൽ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ 3 കളറാണ്. എടാ ലോബി മേടിച്ചേ കണ്ടോ, സെയിമാണ്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് എന്താക്കുന്നുണ്ട്, നമ്മൾ 3 കളർ ബൾബാണ്, 300 വാട്ട്സിൻ്റെ 3 കളർ ബൾബാണ് ആഡ് ചെയ്യുന്നത്. ഫോഗിൻ്റെ ബൾബും ചിലപ്പോൾ നമ്മൾ മാറും കേട്ടോ. അതുപോലെ തന്നെ ഹോണത ബിലാൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സെറ്റിൻ്റെ വർക്കൊക്കെ ഏകദേശം സെറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാക്കിലേക്ക് സെൻസർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സെൻസറും അതേപോലെ തന്നെ റിവേഴ്സിൻ്റെയും കേബിളാണ് കേട്ടോ. റിവേഴ്സ് ക്യാമിൻ്റെയും സെൻസറിൻ്റെയും കേബിളാണ് ഈ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാൻസർ നമുക്ക് സീറ്റ് ബെൽറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നാൽ കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഓൾഡ് സീറ്റ് ബെൽറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഓൾഡ് സീറ്റ് ബെൽറ്റ്. ഒരു ബ്ലാക്കാണ്, ഇത് ലോക്കോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ റെഡ് കളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 ഫ്രണ്ട് 2 കേട്ടോ, അപ്പുറത്ത് കണ്ടോ. അപ്പോൾ 2ഉം റെഡ് സെറ്റ് ചെയ്യണം നമുക്ക്. ചെക്കനെ എത്തിക്കട്ടാ മോനെയാ. അപ്പോൾ അത് ഇന്നലെ കിറ്റൊക്കെ വെച്ച് പോയതാണ്. അപ്പോൾ നമ്പർ ബോർഡ് ഇന്നലെ ഒരു ലുക്കില്ലായിരുന്നു. അപ്പോൾ നമ്പർ ബോർഡ് മാറ്റി അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ അതുപോലെ ബാക്കും മാറ്റി അടിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചതാണ്, ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇതും കൂടി ക്ലോസ് ആക്കിയ വണ്ടി ഒന്നും കൂടി കാണാൻ സെറ്റാവും. അപ്പോൾ അത് മാത്രമാണ് ഒരു കോലക്കടായിട്ടുള്ള വണ്ടിക്ക്. ഇതും കൂടി മാറ്റി കഴിഞ്ഞാൽ ഉഷാറായി. പോളോൻ്റെ ഹെഡൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് ലൈറ്റാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രില്ലൊക്കെ കണ്ടില്ലേ, ഫുൾ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ആക്കി ചെയ്തിട്ടുണ്ട്. മാറ്റ് ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ഗ്ലോസി ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ നമ്മൾ റൂഫൊന്ന് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് സ്റ്റിക്കർ കണ്ടില്ല. അതുപോലെ ഷാർപ്പ് ഹാൻഡിലും വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റിക്കറിന് മേലെ വരുന്നൊരു കവറാണ്, ജസ്റ്റ് നമുക്കൊന്ന് പറിച്ചിടാം. ഒരു ബാറ്റ്മാൻ മിറർ കവറും വെച്ച് കണ്ടില്ലേ. ബാറ്റ്മാൻ മിറർ കവർ വെച്ചാൽ തന്നെ ഒരു ഭംഗിയാണ്, പ്രത്യേക ഭംഗിയാണ് കാണാൻ. നല്ലൊരു അടിപൊളി മാഫിയ ലുക്കാണ് വണ്ടിക്ക് ബാറ്റ്മാൻ മിറർ കവർ. നമ്മൾ ജസ്റ്റ് ഗ്യാരേജിലേക്ക് ഇറങ്ങിയതാണ്. നല്ല മഴയാണ്. ഇപ്പോൾ ഹൈവേ പലയിടത്തും പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ പൊളിഞ്ഞത് മാത്രമല്ല, ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹൈവേയിൽ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കറുകളുള്ള സ്ഥലങ്ങളിൽ വെള്ളം സൈഡിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്, ചെരിഞ്ഞിട്ട്. അതൊന്നും വണ്ടി ഗ്രിപ്പ് കിട്ടൂല. മഴത്ത് മാക്സിമം സ്ലോ ചെയ്ത് പോവാം. ഇപ്പോൾ കണ്ടോ, മുന്നിൽ കണ്ടോ വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അത്രയും നല്ല സ്പീഡിൽ പോയി ചിലപ്പോൾ വണ്ടി വെയിറ്റ് ഇല്ലാത്ത വണ്ടികളൊക്കെ ആണെങ്കിൽ വണ്ടി സ്കിഡ് ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ ഈ വെള്ളം നിൽക്കുന്നുണ്ടോ? അയ്യോ, ഒരു സ്ത്രീ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ സ്കിഡായി പോകും, വണ്ടി സ്കിഡായി പോകും. പ്രത്യേകിച്ച് ബൈക്കുകൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മഴയുള്ള സമയത്ത് സർവീസ് റോഡിന് മാത്രം പോകും. ഒരിക്കലും നിങ്ങൾ അതിനെ കൂടെ വരാതിരിക്കുക. മാക്സിമം നമ്മളെ നല്ലതിന് വേണ്ടിയാണ്, നമ്മളെ നാളേക്ക് വേണ്ടിയിട്ടാണ്. കാരണം അത്രക്ക് വെള്ളം കെട്ടി നിൽക്കുകയാണ് ഈ റോഡിൽ. അത്രക്ക് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടോ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡാണെന്നുണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ നമുക്ക് സ്കിഡായിട്ട് പോകും. അപ്പോൾ എല്ലാവരും മാക്സിമം കയറി ഞങ്ങളുടെ ഗ്യാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വള്ളത്തേക്കാണ് പതിയുമ്പോൾ തന്നെ വണ്ടിൻ്റെ ദിശ മാറും. കാരണം വണ്ടി നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, വണ്ടിൻ്റെ ഇഷ്ടത്തിനായി പോവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ വാഗണറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടിൻ്റെ ഫ്രണ്ടിന് അനസ്രാമിക്ക് അടിച്ചിട്ടുണ്ട്. സൈഡ് ഫുള്ള് നമ്മൾ സ്പെക്ട്രമാണ് ചെയ്തിട്ടുണ്ട്. ആ സ്പെക്ട്രം അതുപോലെ ഹെഡിൻ്റെ ബൾബ് മാറ്റിയിട്ടുണ്ട്. അത് പാർക്കിൻ്റെ ബൾബ് നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ ഹെഡ് നോളാക്കി ഓക്കെ, അത് വൈറ്റ് ആണ്. അതേപോലെ ഇത് 3 കളറാണ്. ജസ്റ്റ് യെല്ലോ ആക്ക്, യെല്ലോ ഓക്കെ, ജസ്റ്റ് വാമാക്ക് ഓക്കെ. അങ്ങനെ 3 കളറിലുള്ള ബൾബാണ് നമ്മൾ ചെയ്തിട്ടുള്ള. 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ആട്ടോ. അതുപോലെ തന്നെ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിതിലൊരു ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആൻഡ്രോയിഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആൻഡ്രോയിഡ് ആട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്തുതരാം. ഓക്കെ, വീഡിയോ നല്ല ഡിസ്പ്ലേ ഉണ്ടോ? ഡിസ്പ്ലേ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കേട്ടോ. പിന്നെ അതേപോലെ നമ്മളൊരു സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻസറിന് ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സിൽവർ സ്വിഫ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. പിന്നെ വണ്ടി വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കസ്റ്റമർ വന്നിട്ടുണ്ട്, വെയിറ്റിങ്ങിലാട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡെലിവറിൻ്റെ സമയമായിട്ട് കറണ്ടില്ല. നമ്മളുള്ള വെളിച്ചമാണ്. കാരണം കറണ്ട് രാവിലെ മുതലേ കറണ്ടില്ല. മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പോളൊന്നും ഡെലിവറി ചെയ്തില്ല. അപ്പോൾ നാളെയാണ് പോള ഡെലിവറി. സ്വിതു ബാ, ഓക്കെ അല്ലേ? അടിതാ Ready? 1, 2, 3. Good.
ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇവർ പോവും. പഴയ ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റിടണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബായോ.